പറയാമെന്നില്ലേ, ഈ വണ്ടിയുടെ സ്പാർക്ക് പ്ലഗ് 4 നമ്മൾ ഊരിയെടുക്കാൻ പോവുകയാണ്. ഇപ്പം എന്തായാലും എഞ്ചിന് കംപ്രഷൻ കാണത്തില്ല, ആ കംപ്രഷൻ അങ്ങനെ ഔട്ടായി പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഗിയറിൽ മാത്രം ലോഡ് ചെയ്ത് നിർത്തിയേക്കുമ്പോഴത്തേക്ക് ഈ വണ്ടി മുമ്പോട്ടുള്ള നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഒരു വാഹനം കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുമ്പം ആദ്യമേ ഹാൻഡ് ബ്രേക്ക് ഇടണോ അതോ ഗിയറിലിടണോ എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം നമുക്ക് നോക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് എങ്ങനെ നോക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം വീഡിയോ എടുക്കുന്നത് നമ്മളെ വർക്ക്ഷോപ്പിനെ ഫ്രണ്ട് ചെയ്തിട്ടാണ്. ചെറിയൊരു ഇറക്കമാണ്. ഇറക്കമൊന്ന് കാണിച്ചു കൊടുത്തടാ. ഭയങ്കര ഒരു ഇറക്കമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് തള്ളിയിട്ടാൽ വണ്ടി ഇങ്ങനെ ഉരുണ്ട് താഴെ പോവും. അത് കണക്ക് ചെറിയൊരു ഇറക്കത്തിലാണ് വണ്ടി ഇട്ടേക്കുന്നത്. ഇത് സ്വിഫ്റ്റ് പെട്രോളാണ്. ഈ ഒരു സ്വിഫ്റ്റ് പെട്രോളാണ് നമ്മളിത് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇത് പാണ്ടി ലോറിയോ അല്ല, ഇത് ജീപ്പും അല്ല പഴയ കാലത്ത്. അത് ഒരു സ്വിഫ്റ്റ് പെട്രോളാണ്. ആ പണ്ട് കാലത്തെ കണക്കത്തെ വണ്ടികളുടെ അത്ര സോൾഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ആയിരിക്കത്തില്ല ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വിഫ്റ്റിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, സ്വിഫ്റ്റ് പെട്രോൾ. അപ്പോൾ ഇതിൻ്റെ ഗിയർ നോക്കിയേ, ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ നമ്മളെ മെക്കാനിക് കൊണ്ടൊന്ന് പാർക്ക് ചെയ്തേക്കാണ്. ഒന്ന് കാണിച്ചു കൊടുത്തവനെ. ഇപ്പോൾ അതായത് ഇതിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്, അത് കണക്ക് ഗിയർ ഇട്ടിട്ടുണ്ട്. പക്ഷേ അവ ഇട്ടേക്കുന്ന രീതി ഉണ്ടാവും, ഒരു ലോഡും ഇല്ലാത്ത രീതി നമുക്ക് ഗിയറുകൾ ഇത് കണക്ക് ചുമ്മാ ഷിഫ്റ്റ് ചെയ്യാം. കണ്ട, ഒരു ലോഡും ഇല്ലാത്ത രീതിയിൽ. പക്ഷേ ഞാനിപ്പം ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് എടുക്കാൻ പോയാണ് ഗിയർ ഇട്ടിട്ട്. അല്ലെങ്കിൽ പോട്ടപ്പാ ഒന്നേന്നും പറഞ്ഞ് നമുക്ക് പരിപാടി തുടങ്ങാം. അതാണ്ട് ഞാൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തി, ബ്രേക്ക് ഔട്ടിയേക്കാണ്, ക്ലച്ച് ഔട്ടിയേക്കാണ്, ന്യൂട്രാക്കി, വണ്ടി ഓഫ് ചെയ്തു, ക്ലച്ച് ചെയ്ത് കാലെടുത്തു, ഫസ്റ്റ് ഇട്ടു, ബ്രേക്ക് ചെയ്ത് കാലെടുത്തു, വണ്ടി ചെറുതായിട്ട് മുമ്പോട്ട് അനങ്ങി ലോഡായിട്ട് നിന്നു. ഇവിടെ ആർക്കാണ് ലോഡ് കൂടുതൽ വരുന്നത്? ഞാൻ ഇത്രയും ചെയ്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് ഇട്ടെന്ന് വിചാരിച്ചു, ഈ ഗിയറിൽ ലോഡ് കാണും. ഞാൻ ക്ലച്ച് ചവിട്ടാതെ ഇതിൽ ഗിയറിലിട്ട് പിടിക്കാൻ നിന്നാൽ അവിടെ, അതായത് ഗിയർ ബോക്സിൻ്റെ അകത്ത് നല്ല രീതിയിൽ ടീത്തുകൾ ജാമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഇരുന്നിട്ട് വലിച്ചടിക്കുകയാണെങ്കിൽ അവിടെ അകത്ത് ടീത്തിനും ഔട്ടർ ഹബ്ബും ഇന്നർ ഹബ്ബിനൊക്കെ വിഷയം വരും, സിഗ്നൈസറും വിഷയം വരും. അതേസമയം ക്ലച്ച് ചവിട്ടുമ്പം വണ്ടിയിൽ നിന്ന് റിലീസായി. ഉണ്ടാ, ക്ലച്ച് ചവിട്ടുമ്പം വണ്ടിയിൽ നിന്ന് റിലീസായി. അത് നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നെനിക്കറിയാൻ വയ്യ. ഇപ്പം എന്താ, സിമ്പിളായിട്ട് എനിക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം ഇവിടെ ലോഡ് വന്നത് ആർക്കൊക്കെയാണ്? ഗിയർ ബോക്സിനും പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്. നമ്മളെല്ലാവരും പറയുമ്പോൾ ഗിയർ ബോക്സിൻ്റെ കാര്യം മാത്രമേ പറയുള്ളൂ. ഇതിനൊക്കെ ഗിയറിന് ലോഡിട്ട് വണ്ടി പാർക്കിലിടുമ്പോൾ, ഇപ്പം ഹാൻഡ് ബ്രേക്ക് പിടിക്കാതെ ഗിയറിൽ ലോഡിട്ട് ഇത് കണക്ക് നിർത്തുമ്പം എങ്ങനെയാണ് ഒരു വണ്ടി അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്? അതിന് കാരണക്കാരൻ ഒരൊറ്റൊരാളാണ്, നമ്മളെ വണ്ടിയുടെ എൻജിൻ. കണ്ട, പതുക്കെ അനങ്ങുന്നുണ്ട. അതിൻ്റെ ഉള്ളിലുള്ള കംപ്രസർ സ്ട്രോക്കിലുണ്ടാകുന്ന ബാക്ക് പ്രഷറിലാണ് പിടിച്ച് നിൽക്കുന്നത്. ആ കംപ്രസർ സ്ട്രോക്കിലുണ്ടാകുന്ന ബാക്ക് പ്രഷർ അല്പം കുറയുന്നതിനനുസരിച്ച് വണ്ടി പയ്യെ മുമ്പോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളെ വണ്ടിയിൽ ഗിയർ ഇട്ട് പാർക്കിൽ ഇട്ടേക്കരുത്. അതായത് ഇപ്പം ഹാൻഡ് ബ്രേക്ക്, ചിലവർക്ക് അങ്ങനെ ഷോക്കിലുണ്ട്, ചുമ്മാ ഗിയറിലിട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് ഇടാതെ അങ്ങ് പോകും. അതുപോലെ തന്നെ ഗിയർ ഇട്ട് കണക്ക് വണ്ടി ലോഡ് ആക്കി നിർത്തിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടും കാര്യമില്ല, ആ ലോഡ് അവിടെ അതേ കണക്ക് തന്നെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചെയ്യാനുള്ള കാര്യം എന്തുവാ? നമ്മൾ വണ്ടി ഓടി വന്നു, ഞാൻ ഒന്നും കൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് എടുത്ത് ബാക്കിലോട്ട് എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തി. അടുത്തോട്ട് വന്നേനെ. ഞാൻ ക്ലച്ചും ചവിട്ടിയേക്കാണ്, ബ്രേക്കും ചവിട്ടിയേക്കാണ്. വണ്ടി ഞാൻ ന്യൂട്രലാക്കി, ഹാൻഡ് ബ്രേക്ക് ഇട്ടു. ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി സ്വാഭാവികമായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, ക്ലച്ച് ചവിട്ടി പിടിച്ചേക്കാണ്, ജസ്റ്റ് ഗിയറിലിട്ടു, വണ്ടി ഓഫ് ചെയ്തു, ക്ലച്ചിൽ നിന്ന് കാലെടുത്തു. വണ്ടി അനങ്ങിയതൊന്നുമില്ല, വണ്ടി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഹാൻഡ് ബ്രേക്ക് നല്ലോണം എൻഗേജ് ആയിട്ടുണ്ട്. ഗിയർ ലോഡല്ല, കണ്ട, ഗിയർ ലോഡല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? കാര്യമെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഗിയറിൽ ലോഡ് ചെയ്തുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യരുത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, എഞ്ചിനിൽ നിന്ന് ട്രാൻസ്മിഷനിലേക്കും അതുവഴി ടയറിലേക്കും പവർ കിട്ടുന്ന പോലെ ആയിരിക്കത്തില്ല ഒരു വണ്ടി പാർക്കിൽ, അതായത് ഒരു ഗിയറിലിട്ടുകൊണ്ട് പാർക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കുണ്ടാകുന്ന ലോഡ്. ഈ വണ്ടി തിരികെ ലോഡ് കൊടുക്കും, അതായത് വണ്ടിയുടെ മൊത്തം ലോഡും എഞ്ചിനിലേക്ക് എത്തും എന്നുള്ളതാണ്. ഗിയർ ബോക്സ് വഴി എഞ്ചിനിലേക്ക് എത്തും. ആക്സിൽ ഗിയർ ബോക്സിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് എഞ്ചിൻ എന്നൊക്കെ പറയുമ്പം നമ്മൾ എഞ്ചിൻ
പറഞ്ഞു തീർന്നു. ഇപ്പം നമ്മളെ കൈ എന്ന് പറയുമ്പം കൈ അനങ്ങാനും കൈ പ്രവർത്തിക്കാനും ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആ സാധനങ്ങളെല്ലാം കൂടി പ്രവർത്തിക്കുമ്പോഴാണ് കൈ അനങ്ങിയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് എഞ്ചിൻ്റെ കാര്യം. എഞ്ചിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. പണ്ടത്തെ മെറ്റ്ഫോർഡ് വണ്ടികളെ കണക്കോ അല്ലെങ്കിൽ പണ്ടത്തെ ജീപ്പുകളെ കണക്കൊന്നും ഭയങ്കരമായ സോൾഡായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല ഇപ്പം വരുന്ന എഞ്ചിനുകളുടെ ഉള്ളിൽ വരുന്ന ഐറ്റംസ്. ഇപ്പം ഒരുപാട് സാധനങ്ങൾ പൊട്ടിയും പ്രശ്നങ്ങളുമായിട്ട് നമ്മളിവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് എത്രത്തോളം എങ്ങനെയാണെന്നുള്ളത്. അത് കണക്ക് തന്നെ ഇതിൻ്റെ ടൈമിംഗ് സംവിധാനവും ഒരു പ്രശ്നമാണ്. ഇതിപ്പം ഗിയറിൽ ലോഡ് ചെയ്യുമ്പോൾ ഇപ്പം ഞാനിപ്പം വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഗിയറിലാണ് വണ്ടി പാർക്ക് ലോഡ് ചെയ്ത് നിർത്തുന്നത് എന്നുണ്ടെങ്കിൽ വരുന്ന വിഷയം എന്താണ്? എഞ്ചിനാണ് ഏറ്റവും കൂടുതൽ ലോഡ് എടുക്കുന്നത് അവിടെ. ഏറ്റവും കൂടുതൽ അതായത് വണ്ടി അനങ്ങാതെ താങ്ങി നിർത്തുന്ന സാധനം എഞ്ചിനാണ്. അപ്പോൾ അത്രയും ലോഡ് എഞ്ചിന് നമ്മൾ കൊടുക്കുകയാണ് എന്നുള്ളതാണ് ഗിയറിൽ മാത്രം പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി മുമ്പോട്ട് പോകാതെ നമുക്ക് സേഫായിട്ട് വണ്ടി നിൽക്കുന്നത്. സേഫ് എന്ന് 100% പറയാൻ പറ്റത്തില്ല. കംപ്രഷൻ സ്ട്രോക്കിൻ്റെ ആ ഒരു പവർ ചെറിയ തോതിൽ നഷ്ടപ്പെടും. അതിനനുസരിച്ച് വണ്ടി ചെറുതായിട്ട് മുമ്പോട്ടിറങ്ങി പോകും. ഇനി ഒരു കാര്യം കൂടി, ഇപ്പം ഞാൻ ഓടിച്ചു, ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണേ. ഞാൻ ഒരു 4ാമത്തെ ഗിയറിൽ 5ാമത്തെ ഗിയറിലൊക്കെ ഓടി വന്നു, വണ്ടി നിർത്തി, ക്ലച്ച് ചവിട്ടി പിടിച്ചേക്കാണ്, ബ്രേക്കും ചവിട്ടി പിടിച്ചേക്കാണ്. ഞാൻ എന്താ ഫസ്റ്റ് ഗിയറിലോട്ടിട്ടു. ഫ്രണ്ടിലോട്ടുള്ള ഇറക്കമാണ്, ഞാൻ ഫസ്റ്റ് ഗിയറിലിട്ടു. ശ്രദ്ധിക്കുക, ഗിയറിലിട്ടു, ബ്രേക്കും ക്ലച്ചും ചവിട്ടി പിടിച്ചേക്കാണ്. ഹാൻഡ് ബ്രേക്ക് പിടിച്ചു, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, വണ്ടി ഓഫ് ചെയ്തു, ക്ലച്ചിൽ നിന്ന് കാലെടുത്തു. ഇപ്പം വണ്ടി ഓഫ് ചെയ്യാതെ ഞാൻ ഗിയർ ഇട്ടുകൊണ്ട് ക്ലച്ചിൽ നിന്ന് കാലെടുത്താൽ വണ്ടി ചാടും. ഓക്കെ, ഇപ്പം എവിടെ ലോഡുണ്ടോ? ഇപ്പം ഞാൻ ചെയ്തെന്തുവാ, വണ്ടി കൊണ്ടുവന്ന് നിർത്തി, ബ്രേക്കിൽ നിന്നും ക്ലച്ചിൽ നിന്നും കാലെടുക്കാതെ വണ്ടിയിൽ ഗിയർ ഇട്ടു, ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, അതിനുശേഷം വണ്ടി ഓഫ് ചെയ്തതിന് ശേഷം ക്ലച്ചിൽ നിന്ന് കാലെടുത്തു. ഇവിടെ ഗിയറിന് ലോഡില്ല, കണ്ടോ? ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം. അപ്പം മറ്റേ ഒരു സംവിധാനം പറയുന്നത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ്? ഇപ്പം ഞാൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നു, ഞാൻ ക്ലച്ചിൽ നിന്ന് കാലെടുത്തു, വണ്ടി ബ്രേക്ക് ചവിട്ടി വെച്ചേക്കാണ്, ഹാൻഡ് ബ്രേക്ക് ഫുള്ള് ഇട്ടു, വണ്ടി ഓഫ് ചെയ്തു, പതുക്കെ ഫസ്റ്റ് ഗിയർ ഇട്ടു, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, കഴിഞ്ഞു. ഇത് ഈ ഗിയർ ഇടാൻ പറയുന്ന കാര്യം എന്തുവാണെന്നറിയാമോ? അതൊരു ചടങ്ങല്ല, അതൊരു നിയമവുമല്ല. ഗിയർ ഇടാൻ പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, എന്തെങ്കിലും കാരണവശാൽ നമ്മളെ വണ്ടിയിലെ ബ്രേക്ക് ഫെയിലായാൽ ഈ ഒരു ഗിയറിലെങ്കിലും വണ്ടി മുമ്പോട്ടുള്ളാതെ മാക്സിമം പിടിച്ചു നിൽക്കും. അതാണ് ഒരു കൺസെപ്റ്റ്. ചിലവർക്കെന്ന് വെച്ചാൽ ഒരു ചടങ്ങായിട്ടാണ് ഇത് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയിലെ ഹാൻഡ് ബ്രേക്കിന് നിങ്ങൾ ആത്മവിശ്വാസമുണ്ട്, നിങ്ങളുടെ വണ്ടിയിലെ ഹാൻഡ് ബ്രേക്കിന്, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയിലെ പാർക്കിംഗ് ബ്രേക്കിന്. ഇപ്പോൾ പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് പറഞ്ഞപ്പോൾ പലരും വരും. ശരി, പാർക്ക് ബ്രേക്കിന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ പാർക്ക് ബ്രേക്ക് പിടിച്ചിട്ടു. പാർക്ക് ബ്രേക്ക് പിടിച്ചിട്ടതിന് ശേഷം ഗിയർ ഇടണ്ട, കുഴപ്പമില്ല. ഗിയർ ഇടുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഗിയർ ഇടാൻ പറയുന്ന ഒരൊറ്റ കാരണമേ ഉള്ളൂ. എന്തെങ്കിലും കാരണവശാൽ നമ്മളൊരിടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടും പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ, അല്ലെങ്കിൽ ഒരു നല്ല ഇറക്കമാണ്, എന്തോ ആയിക്കോട്ടെ, കാരണവശാൽ നമ്മളെ വണ്ടിയുടെ പാർക്കിംഗ് ബ്രേക്ക് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് എന്തെങ്കിലും രീതിയിൽ ഫെയിലായാൽ അത് ഗിയറിൻ്റെ സപ്പോർട്ടിൽ നിൽക്കും. അവിടെ ഒരു അപകട സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് മാനുവൽ ഗിയർ ബോക്സിൽ എഞ്ചിൻ്റെ ലോഡിലാണ് ഇത് പിടിച്ചിരിക്കുന്നത് എന്നുള്ളത്. മാനുവൽ ഗിയർ ബോക്സിൽ ഗിയറിലിട്ട് പാർക്ക് ചെയ്ത് പോകുന്നവർക്ക്, അതായത് ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് ഇടാതെ പാർക്ക് ചെയ്ത് പോകുന്നവർക്ക് മൊത്തം ലോഡും വരുന്നത് എഞ്ചിൻ സൈഡിലായിരിക്കും കൂടുതൽ. ഗിയറിലും ലോഡ് വരും, ഇല്ലാന്നല്ല. ഈ ട്രാൻസ്മിഷൻ സംബന്ധമായിട്ടുള്ള ഭാഗങ്ങളിലുൾപ്പെടെ, എഞ്ചിനിലുൾപ്പെടെ ഈ ലോഡ് അനുഭവപ്പെടും. പക്ഷേ എഞ്ചിൻ കാരണം മാത്രമാണ് വണ്ടി മുമ്പോട്ട് ഉരുളാതെ നിൽക്കുന്നത്. ഒരു ഉദാഹരണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയാണെന്നില്ലേ, ഈ വണ്ടിയുടെ സ്പാർക്ക് പ്ലഗ് 4 നമ്മൾ ഊരിയെടുക്കാൻ പോവുകയാണ്. ഇപ്പം എന്തായാലും എഞ്ചിന് കംപ്രഷൻ കാണത്തില്ല, ആ കംപ്രഷൻ അങ്ങനെ ഔട്ടായി പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഗിയറിൽ മാത്രം ലോഡ് ചെയ്ത് നിർത്തിയേക്കുമ്പോഴത്തേക്ക് ഈ വണ്ടി മുമ്പോട്ടുള്ള നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ 4 സ്പാർക്ക് പ്ലഗ് നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. 4 സ്പാർക്ക് പ്ലഗ് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ കയറി നേരത്തെ ഇട്ട് കണക്ക് ഗിയർ ഇട്ട് വണ്ടി ഒന്ന് നിർത്താൻ നോക്കാം. ഓക്കെ, വാ. ഫസ്റ്റ് ഇട്ടു, കാലെടുത്തു, വണ്ടി ഇതാ പോകുന്നുണ്ടാ. അയ്യോ, അടുത്തോട്ട് വന്നോടാ. ഇപ്പം മനസ്സിലായോ വണ്ടിയിൽ? ഓക്കെ, തള്ളിക്കേട്ടണ്ടേ, പിള്ളേരെല്ലാം വിളിക്കടാ. എല്ലാവരും പൊക്കോ, മതി, പൊക്കോ. എപ്പോടാ
വണ്ടി പോകുന്നതാണ്ടാ, ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇട്ടേക്കാണ്. അയ്യോ വണ്ടി ബ്രേക്ക് ഔട്ട് ചെയ്യരുത്. ഇങ്ങോട്ട് പോയിക്കോ. ഞാൻ ക്ലച്ചിൽ ഔട്ടുന്ന കാല് മാറ്റി വെച്ചത്. നീ ക്ലച്ച് ഔട്ട് ചെയ്തൊന്നും പറഞ്ഞു കളയരുത്. ഗിയറിലാണ് വണ്ടി ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ഇപ്പോൾ നിർത്തിയതാണ്. വണ്ടി ഇത് കണക്ക് പയ്യെ പയ്യെ മൂവായി പോകും. ഫോർത്ത് ഗിയറിലായതുകൊണ്ട് ഫോർത്ത് ഗിയറിലിട്ടാൽ ചറന്ന് പറഞ്ഞങ്ങ് പോകും. ഇപ്പം ഫസ്റ്റ് ഗിയറിലായതുകൊണ്ട് പയ്യെ പയ്യെ ഇത് കണക്ക് മൂവായി പോയാണ് കേട്ടോ. ഈ ലോഡ് മൊത്തം വരുന്നത് എവിടെയാണ്? എൻജിനിലാണ്. വണ്ടി പോകണം. ഞാൻ ഫസ്റ്റ് ഗിയറിലാണ്. വണ്ടി കണ്ടാ ബ്രേക്ക് ഔട്ടി ഇപ്പം നിർത്തി. കണ്ടാ ബ്രേക്ക് ഔട്ടി ഇപ്പം നിർത്തി. അപ്പം ഈ ലോഡ് കൂടുതലായിട്ട് എടുക്കുന്നത് ആരാണ്? വണ്ടിയുടെ എൻജിനാണ്. അപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴാണെങ്കിലും വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ വണ്ടി മാക്സിമം ഇപ്പം നിങ്ങൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഇപ്പോൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തി, ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടിയൊക്കെ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ക്ലച്ചും ബ്രേക്കും ചവിട്ടിയൊക്കെയാണ്. നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടിക്കൊണ്ട് ഗിയർ ഇട്ടോ, അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് ഇട്ടോ, അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്തോ, വണ്ടി ഓഫ് ചെയ്തോ, ക്ലച്ചിൽ നിന്ന് കാലെടുത്തോ, ഗിയറിന് ഒരു ലോഡും വരത്തില്ല, ഒരു പ്രശ്നമില്ല. ഗിയറിന് മാത്രമല്ല എഞ്ചിനും ലോഡ് വരത്തില്ല. ഗിയറിന് ലോഡ് വരുമ്പോൾ 100% എഞ്ചിൻ ലോഡ് വരും. എഞ്ചിനിൽ വരുന്ന ലോഡാണ് ഗിയർ വഴി ഈ വീലുകളെ തടഞ്ഞു നിർത്തുന്നത്. അപ്പം ഇങ്ങനെ ചെയ്താലും മതി. ഇനിയിപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്. ചിലവർ പറയും ഓട്ടോമാറ്റിക് വണ്ടിയിൽ ന്യൂട്രൽ പൊസിഷനിൽ പിടിച്ചിട്ട് ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്തിട്ട് പാർക്ക് പൊസിഷനിൽ ഇട്ടിട്ട് വണ്ടി ഓഫ് ചെയ്യാൻ. കറക്റ്റ് കാര്യമാണ്, അങ്ങനെ ചെയ്യാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന ലോക്കിംഗ് സിസ്റ്റം ഗിയറിനെ ഡയറക്റ്റ് ബാധിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്തൊരു കാരണവശാലും വണ്ടി പാർക്ക് ചെയ്തിട്ടും പോകുമ്പോൾ ന്യൂട്രലാക്കി ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ശേഷം പാർക്കിലിട്ടിട്ടും പോവുക. അതെങ്ങനെയാണ്? വണ്ടി പാർക്കിലിടാൻ നേരത്ത് പാർക്കിംഗ് ബ്രേക്ക് തന്നെ എൻഗേജ് ആവുന്നുണ്ടല്ലോ, അവിടെ ഇങ്ങനെ ന്യൂട്രി ഇട്ട് ഹാൻഡ് ബ്രേക്ക് പിടിച്ച് പാർക്കിടാനൊന്നും പറയുന്നില്ലല്ലോ എന്നുള്ളത്. അവിടെയാണ് നമ്മൾ നേരത്തെ മാനുവൽ ഗിയറിനൊരു കാര്യം പറഞ്ഞല്ലോ. വണ്ടി കൊണ്ടുവന്ന് നിർത്തി, ഇപ്പം ഓട്ടോമാറ്റിക്കിന് തന്നെ ആയിക്കോട്ടെ, വണ്ടി കൊണ്ടുവന്ന് നിർത്തി, നമ്മൾ ബ്രേക്ക് ചവിട്ടിയാണ് നിർത്തുന്നത്. ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെയാണ് ഡി മോഡിൽ നിന്ന് ന്യൂട്രൽ റിവേഴ്സ് പാർക്ക് ഇടുന്നത്. ഈ പാർക്ക് ഇടുമ്പം തന്നെ അവിടെ പാർക്കിംഗ് ബ്രേക്ക് എൻഗേജ് ആവും. അതിനുശേഷമാണ് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നത്. അപ്പോൾ ഒരു രീതിയിലുള്ള ലോഡ് ഗിയർ ബോക്സിൽ വരത്തില്ല. മനസ്സിലായോ? അതാണ് സംഭവം. നമുക്കിനി ഇതെല്ലാം പ്ലഗ് എല്ലാം തിരിച്ചു വെച്ച് മുറുക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വാഹനത്തിൽ ഗിയറിന് ലോഡ് വരുന്ന രീതിയിൽ, അത് ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ മാനുവൽ ആയിക്കോട്ടെ, ഗിയറിന് ലോഡ് വരുന്ന രീതിയിൽ ഒരു കാരണവശാലും വണ്ടി പാർക്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. പക്ഷേ പതുക്കെ ഇതിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ ഡാമേജ് ആകും എന്നുള്ള ഉറപ്പാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 ലക്ഷം കിലോമീറ്റർ കൊണ്ടുള്ള നിങ്ങളുടെ വണ്ടി ഒരു 1.25-1.5 ലക്ഷം കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങും. ഇന്ന് നല്ല ശകുനവുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങളെ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ വണ്ടി നല്ല രീതിയിലൊന്ന് ശ്രദ്ധിച്ചോ. ചെറിയ നിസ്സാര കാര്യങ്ങളൊക്കെയാണ്. തർക്കിക്കുന്നവർക്ക് തർക്കിക്കാം, പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാലക്രമേണ നിങ്ങളുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് എഞ്ചിൻ സൈഡൊക്കെ പ്രശ്നങ്ങൾ വരും. എഞ്ചിനിലാണ് ലോഡ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.